നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പണം നഷ്ടപ്പെടുത്തിയവരാണോ? ഇപ്പോഴും കൺസിസ്റ്റൻ്റായ പ്രോഫിറ്റിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയുന്നില്ലേ? എങ്കിൽ ഞങ്ങൾ തരുന്ന മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ട്രേഡ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ താഴെ ലിങ്കുണ്ട്, ഞങ്ങളോടൊപ്പം കൂടാം. ഓർക്കുക, നഷ്ടപ്പെട്ട വേഗത്തിൽ കിട്ടിക്കോളണമെന്നില്ല, എങ്കിലും നമ്മൾ തിരിച്ചു പിടിച്ചിരിക്കും. ഇന്ന് മൊത്തം 8 ലെവലുകളാണ്. പ്രോഫിറ്റ് 6 2 SL ഹിറ്റായിട്ടുണ്ട്. വളരെയധികം രാവിലെ നല്ലൊരു സൈഡ് വൈസിലൂടെയാണ് മാർക്കറ്റ് നീങ്ങിയത്. ഏതായിരുന്നാലും പ്രോഫിറ്റ് തന്നെ ഇറങ്ങാൻ കഴിഞ്ഞു. ഇന്നലത്തെ BTST നല്ല പ്രോഫിറ്റ് ആയിരുന്നു. ഫിൻനിഫ്റ്റി ആയിരുന്നു കൊടുത്തിരുന്നത്. അതുകൂടെ നോക്കുമ്പോൾ 9 ലെവലിൽ 7 പ്രോഫിറ്റും 2 SLഉം. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. 2 ദിവസത്തെ ഒരു നെഗറ്റീവിന് ശേഷം ഹെവി വെയ്റ്റ് ഷെയറുകളുടെ ഒരു പിൻബലത്തിൽ മാർക്കറ്റ് ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. തുടക്കത്തിൽ തന്നെ വലിയ സൈഡ് വേസ് നമ്മൾ കണ്ടെങ്കിലും പിന്നീട് അങ്ങോട്ടൊരു വൺ സൈഡ് മാർക്കറ്റിലേക്ക് പോവുകയായിരുന്നു. ഹെവി വെയ്റ്റ് ഷെയറുകളായ TCS, സൺഫാർമ, മാരുതി സുസുക്കി, ഹിന്ദുസ്ഥാൻ യൂണിലിവർ എന്നിവയാണ് ഒരു സ്ട്രോങ് സെല്ലിംഗ് സെൻറ്റിമെൻറ്റ്സിനിടയിലും മാർക്കറ്റിനെ പിടിച്ചു നിർത്തി പോസിറ്റീവിലേക്ക് കൊണ്ടുപോയത്. സെൻസെക്സ് 305 പോയിൻ്റ് പോസിറ്റീവിൽ 73,095-ലും, നിഫ്റ്റി 76 പോയിൻ്റ് പോസിറ്റീവിൽ 22,198-ലുമാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. BSE മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് ഇൻഡെക്സുകൾ പോസിറ്റീവിലാണ് തുടങ്ങിയതെങ്കിലും പിന്നീട് അത് നെഗറ്റീവിലേക്ക് പോവുകയായിരുന്നു. ഇന്ന് NSEയിലും BSEയിലും ഏറ്റവും പോസിറ്റീവ് നേട്ടം കൊയ്തത് ടാറ്റ മോട്ടോഴ്സ് ഷെയറുകളാണ്. ടാറ്റ ഗ്രൂപ്പിലെ മുഖ്യ കമ്പനികളിൽ ഒന്നായ ടാറ്റ കൺസൾട്ടൻസി സർവീസ് അടുത്ത സാമ്പത്തിക വർഷത്തിലും മികച്ച വരുമാനം നേടുമെന്ന UBS അനലിസ്റ്റുകളുടെ പ്രവചനം ഷെയറിനെ വല്ലാതെ അങ്ങ് ഉയർത്തുകയായിരുന്നു. ഇന്ന് 3.1% ഉയർന്ന് സ്റ്റോക്ക് 4,124 രൂപ വരെ എത്തി. ടാറ്റ ഗ്രൂപ്പിലെ പ്രമുഖ 5 ഓഹരികളായ ടാറ്റ സ്റ്റീല്, TCS, ടാറ്റ മോട്ടോഴ്സ്, ടൈറ്റൻ കമ്പനി, ട്രെൻഡ് എന്നിവ ചേർന്ന് മാർക്കറ്റ് മൂല്യത്തിൽ 59,000 കോടി രൂപയാണ് കൂട്ടിച്ചേർത്തത്. ടാറ്റ മോട്ടോഴ്സ്, TCS, പവർ ഗ്രിഡ്, ഇൻഡസിൻ ബാങ്ക്, സൺഫാർമ എന്നിവ പോസിറ്റീവിലും ഹീറോ മോട്ടോകോർപ്പ്, ബജാജ് ഫിനാൻസ്, SBIN, ബജാജ് ഫിൻസർവ്, ഡിവിസ് ലാബ് എന്നിവ നെഗറ്റീവിലും ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ലെവലുകളൊന്ന് നോക്കാം. നിഫ്റ്റി 22,150 ആയിരിക്കും ഫസ്റ്റ് സപ്പോർട്ട്, 22,110 സെക്കൻഡും 22,080 തേർഡ് സപ്പോർട്ടുമായി ആക്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. 22,225 ഫസ്റ്റ് റെസിസ്റ്റൻസും 22,250 സെക്കൻഡും 22,297 എന്ന ആൾ ടൈം ഹൈ തേർഡ് റെസിസ്റ്റൻസുമായി ആക്ട് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. അതേപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ 46,520 ആയിരിക്കും ഇമ്മീഡിയറ്റ് സപ്പോർട്ട്, 46,320 സെക്കൻഡും 46,100 തേർഡ് സപ്പോർട്ടുമായി ആക്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. 46,730 ഫസ്റ്റ് റെസിസ്റ്റൻസും 46,900 സെക്കൻഡും 47,080 തേർഡ് റെസിസ്റ്റൻസുമായി ആക്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നലെ പറഞ്ഞ 2 സ്റ്റോക്കുകളുടെ പെർഫോമൻസ് നോക്കാം. ആദ്യത്തേത് പ്രജ് ഇന്ത്യയാണ്. പ്രജ് ഇന്ത്യ 520-ലായിരുന്നു ബൈ എൻട്രി പറഞ്ഞിരുന്നത്. ഓപ്പൺ ചെയ്തത് 513-ലാണ്. പിന്നീട് അവിടെ നിന്നങ്ങോട്ട് ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ തന്നെ 532.90 ക്രിയേറ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ 513-ൽ ഓപ്പൺ ചെയ്തതുകൊണ്ട് നമുക്കൊരു നല്ല വളരെ സിമ്പിളായിട്ടുള്ളൊരു എൻട്രി കിട്ടി. സൂപ്പറായി തന്നെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഇറങ്ങാനും പറ്റിയിട്ടുണ്ട്. നമ്മുടെ ടാർഗറ്റ് 524-ഉം 527 വരെയായിരുന്നു. 533-ന്റെ അടുത്ത് വരെ പോയിട്ടുണ്ട്. രണ്ടാമത്തേത് കാനറ ബാങ്കാണ്. കാനറ ബാങ്ക് സെൽ എൻട്രി ആയിരുന്നു പറഞ്ഞിരുന്നത്. ഓപ്പൺ ചെയ്തത് 579-ലാണ്. സെൽ പറഞ്ഞിരുന്നത് 572 റേഞ്ചിലാണ്. അതുകൊണ്ട് തന്നെ 579-ൽ നിന്ന് പിന്നീട് 584 ഹൈ ക്രിയേറ്റ് ചെയ്ത് അവിടെ നിന്ന് അങ്ങോട്ട് ഒരു കൺസോളിഡേഷനിലൂടെ നീങ്ങി പിന്നീട് താഴത്തേക്ക് വരികയായിരുന്നു. അതുകൊണ്ട് തന്നെ അതിലും നല്ല ഒരു എൻട്രി ലഭിച്ചിട്ടുണ്ട്. ലോ ക്രിയേറ്റ് ചെയ്തത് 567.30 നമ്മുടെ ടാർഗറ്റുകൾ 568-ഉം 564-ഉമായിരുന്നു. നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. 2 സ്റ്റോക്കിലും പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നാളത്തേക്കുള്ള 2 സ്റ്റോക്കുകൾ നമുക്ക് നോക്കാം. ആദ്യത്തേത് ഹിന്ദുസ്ഥാൻ
യൂണിലിവറാണ്. ഹിന്ദുസ്ഥാൻ യൂണിലിവർ ഒരു അപ്പ് ട്രെൻഡിലാണ് ഉള്ളത്. ഇന്നലത്തെ ഹൈ ആയ 2406 അടുത്ത് തന്നെ 2408 വന്ന് നിന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലൈൻ ബ്രേക്ക് ചെയ്താൽ 2410 എഴുതിയത് 2408 ക്രോസ് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ്. 2410 നമുക്ക് എൻട്രി പോസിബിളാണ്. 2400 SL വെക്കണം. 2420, 2425, 2430 എന്നിങ്ങനെ ടാർഗറ്റുകൾ വെക്കാം. അതിന് മുകളിൽ പോവുകയാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് മൂവ് ചെയ്ത് നിങ്ങൾക്ക് പരമാവധി പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. രണ്ടാമത്തേത് മാക്സ് ഹെൽത്താണ്. ഈ ഒരു ട്രെൻഡ് ലൈനിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും ഇവിടെ 2 തവണയായി ഈ ഒരു ലൈൻ ടച്ച് ചെയ്തിട്ടുണ്ട്. 861 സംതിങ്. അതുകൊണ്ട് ആ ലൈൻ ക്രോസ് ചെയ്താൽ 862 നമുക്കൊരു ബൈ എൻട്രി പോസിബിളാണ്. 857 സ്റ്റോപ്പ് ലോസ് വെക്കണം. 867, 872 എന്നിങ്ങനെ ടാർഗറ്റുകൾ വെക്കാവുന്നതാണ്. ഈ 2 സ്റ്റോക്കുകളും നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം. നാളെ നിങ്ങൾക്ക് ഇത് പരിശോധിച്ച് സ്വന്തമായി അനലൈസ് ചെയ്തുകൊണ്ടും എടുക്കാൻ ശ്രമിക്കുക. ഞങ്ങൾ പറയുന്നതും വീഡിയോയിൽ നിങ്ങൾ കാണുന്നതും ഞങ്ങൾ ചെയ്യുന്നതുമെല്ലാം പഠിക്കാൻ വേണ്ടിയാണ്. ഓൺലി എഡ്യൂക്കേഷൻ പർപ്പസ്. ഓക്കെ.